കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേർന്നു. ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കുമരകത്തൊക്കെ നല്ല വെള്ളക്കെട്ടുണ്ടായി. എന്നാലും ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയെന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ താഴത്തങ്ങാടിയിൽ നിന്ന് ടോബി ജോൺസൺ ചേർന്നു. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ. കുമരകം നമ്മുടെ ടൂറിസ്റ്റ് അട്രാക്ഷൻ സെൻറ്റർ, അവിടുത്തെ വെള്ളം ഏതാണ്ട് ഇറങ്ങി തുടങ്ങിയോ? കാര്യം ഇന്നലെയൊക്കെ കാണുമ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ കാണുമ്പോൾ ഏതാണ്ട് അരക്കൊപ്പം വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പറയും. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഒരു ആശ്വാസത്തിന്റെ ദിനമാണ് ഇന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മഴ മാറി നിൽക്കുന്നു. ഒപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്, ഇല്ലിക്കൽ താഴത്തങ്ങാടി മേഖലയിലാണ്. നമുക്ക് ഈ പുഴയുടെ ഒഴുക്ക് കാണുമ്പോൾ, മീനച്ചിലാറിന്റെ ഒഴുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഇറക്കമിട്ടിട്ടുണ്ട്, വെള്ളം ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും വേഗത്തിൽ വെള്ളം ഇറങ്ങിയാൽ മറ്റ് ഈ വെള്ളം കയറിയ ഭാഗത്ത് നിന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോകും. അതൊരു വലിയ ആശ്വാസമാണ്. എന്തായാലും നല്ല ഒഴുക്കുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം അധികം താമസിക്കാതെ ഇറങ്ങിപ്പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 ദിവസമായി അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ പെയ്തത്. അങ്ങനെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളടക്കമുള്ള മേഖലകളിൽ വെള്ളം കയറിയത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് താഴത്തങ്ങാടി റോഡിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കുമരകത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ വെള്ളം കയറി ഇവിടുത്തെ ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു ആശ്വാസമാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാം. ഇന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ ഭാഗത്താണ് വെള്ളം കയറിയത് മൊത്തം? ഇവിടെ ഇപ്പോൾ വേളൂര്, ഇല്ലിക്ക, കവല, നമ്മുടെ അറവിടെ, താഴത്തങ്ങാടി ആ ഭാഗത്ത് അത്യാവശ്യം വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പം അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്. ഇന്ന് എങ്ങനെയാണ് വെള്ളം ഇറങ്ങുന്നുണ്ട്? വെള്ളം ഇറങ്ങുന്നുണ്ട്. എന്നാലും കുറേശ്ശെ കേട്ടോ ഇറങ്ങുന്നത്. ഒറ്റയടിക്കുള്ള ആ ഒരു പഴയ ഒരു ഇതല്ല, വേഗമില്ല. അതാണ് ബുദ്ധിമുട്ടുണ്ട്. കാണും എന്തായാലും. എസ് കെ എൻ, ഒരു 2 ദിവസം കൂടി ഈ ഒരു ദുരിതം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. കാരണം വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം എടുക്കണം. അത് വേഗത്തിലായാൽ മാത്രമേ ഈ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് താഴുകയുള്ളൂ. അങ്ങനെ താഴ്ന്നാൽ മാത്രമേ മറ്റ് പ്രദേശങ്ങളിലേക്ക് വെള്ളം ഇറങ്ങി ആശ്വാസത്തിന്റെ ഒരു ദിവസം അവരിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും 45-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. അതിൽ നിരവധി കുട്ടികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. ആവശ്യം വന്നാൽ, അതായത് മഴ തുടരുന്ന സാഹചര്യം വല്ലതും ഉണ്ടെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇന്നലെ വന്ന പ്രഡിക്ഷൻ, അതായത് മഴ മുന്നറിയിപ്പിൽ കൃത്യമായി, അല്ലെങ്കിൽ ആ മുന്നറിയിപ്പിനേക്കാൾ അധികം മഴ പെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വലിയ വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ മഴയ്ക്ക് വലിയൊരു ആശ്വാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല മേഖലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളക്കെട്ട് ഒന്ന് ഒഴിയണമെങ്കിൽ അത് കായലിലേക്ക് വെള്ളം എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ആശ്വാസമായിട്ടുള്ളൊരു വാർത്ത, ആശ്വാസമായിട്ടുള്ള ദൃശ്യം എന്ന് പറയുന്നത് ഈ മീനച്ചിലാറ്റിലെ ഒഴുക്ക് തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് വെള്ളം ഇറങ്ങി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വേമ്പനാട്ട് കായലിലേക്ക് പോവുകയാണെങ്കിൽ വലിയ ആശ്വാസം ആളുകൾക്കുണ്ടാകും. ഒപ്പം തന്നെ ഈ വരും ദിവസങ്ങളിൽ മഴ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം നിലവിൽ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിൽ. അത് ഒരു ആശ്വാസമാണ്. വരും ദിവസങ്ങളിലും ഗ്രീൻ അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MG സർവകലാശാല പക്ഷേ നിലവിലൊരു പശ്ചാത്തലത്തിൽ ക്ലാസുകൾ തുടങ്ങാൻ, അതായത് 2-ാം തീയതി മുതൽ തന്നെ MG സർവകലാശാലയിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും ക്ലാസുകൾ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നു, ആശ്വാസത്തിന്റെ ദിവസങ്ങൾ വരുന്നു എന്നുള്ള, മണിക്കൂറുകൾ വരുന്നു എന്ന് തന്നെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നും പങ്കുവെക്കാനുള്ളത്. ഓക്കെ, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.